ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. നമസ്കാരം. ഇറാൻ സംഘർഷം. എണ്ണവില 10% ഉയർന്നു. $100 വരെ എത്തുമെന്ന് വിദഗ്ധർ. US-ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് ശേഷം ക്രൂഡ് ഓയിൽ വില 10% കൂടി. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ബന്ധപ്പെട്ട ഷിപ്പിംഗ് തടസ്സപ്പെടുമെന്ന ഭയം വർദ്ധിച്ചു. ഒപെക് പ്ലസ് ചെറിയ തോതിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും വിപണി അസ്ഥിരമാണ്. ആഗോള എണ്ണ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ചൈനയിൽ പുതിയ AI മോഡലുകൾ. ചൈന 5 പുതിയ AI മോഡലുകൾ പുറത്തിറക്കി. ഡീപ് സീക്കിനെ മറികടന്ന് ഒരു മോഡലിനെ UBS ശുപാർശ ചെയ്യുന്നു. എന്നാൽ AI ഡിസ്റപ്ഷൻ മൂലം ചില സ്റ്റോക്കുകൾ റിസ്കിലാണ്. OpenAI പെന്റഗണുമായി കരാർ. ആന്ത്രോപിക്കിനെ US നിരോധിച്ചു. ട്രംപ് ഭരണകൂടം ആന്ത്രോപിക്കിനെ സപ്ലൈ ചെയിൻ റിസ്ക്കായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ OpenAI പെന്റഗണുമായി ഡീൽ ഒപ്പിട്ടു. AI-യുടെ സൈനിക ഉപയോഗം വർദ്ധിക്കുന്നു. NVIDIA 6G നെറ്റ്വർക്കുകളിൽ AI ഉറപ്പാക്കാൻ സഖ്യം രൂപീകരിച്ചു. ഫ്രാൻസിൽ പുതിയ കാർ രജിസ്ട്രേഷൻ 14.7% ഇടിഞ്ഞു. റെനോ, സ്റ്റെലാന്റിസ് ബാധിച്ചു. യൂറോപ്പിലെ ഓട്ടോ മേഖല പ്രതിസന്ധിയിലാണ്. BYDയുടെ വിൽപ്പനയും കുറഞ്ഞു. ഖത്തറിന്റെ വമ്പൻ ഊർജ്ജ വികസന പദ്ധതി. അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കുന്നു. ഖത്തറിന്റെ ഏറ്റവും വലിയ ഊർജ്ജ പദ്ധതി തുടങ്ങി. ഇന്ത്യയിൽ അദാനി 14 നിക്ഷേപവുമായി മുന്നോട്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായി ബുക്കർമാൻ ബിസിനസ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്ഡേറ്റ് ആകാം. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.